അടുത്ത ക്വസ്റ്റ്യൻ. Using principle of mathematical induction, prove that 1 into 3 plus 3 into 5 plus 5 into 7 plus etc. plus 2n minus 1 into 2n plus 1 equal to n into 4n square plus 6n minus 1 by 3 for all n belongs to n. നമുക്ക് പ്രൂഫ് തുടങ്ങാം. പ്രൂഫ്. ലെറ്റ് പി ഓഫ് എൻ. നമുക്ക് ഈ ഇക്വേഷനാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് പി ഓഫ് എൻ എടുക്കാം. 1 into 3 plus 3 into 5 plus 5 into 7 plus etc. plus 2n minus 1 into 2n plus 1 equal to n into 4n square plus 6n minus 1 by 3. ഇനി പി ഓഫ് 1 ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഫോർ n is equal to 1, പി ഓഫ് 1. പി ഓഫ് 1ൻ്റെ എൽ എച്ച് എസിൽ ഒരു ടൈമേ ഉണ്ടാവുള്ളൂ, 1 into 3. എൽ എച്ച് എസ് ഈക്വൽ ടു 1 into 3 ഈക്വൽ ടു 3. ദെൻ ആർ എച്ച് എസ് ഈക്വൽ ടു, ആർ എച്ച് എസ് കിട്ടാനായിട്ട് ഇവിടെ n പകരം 1 കൊടുത്താൽ മതി. 1 into 4 into 1 square plus 6 into 1 minus 1 by 3. ദാറ്റ്സ് ഈക്വൽ ടു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. 4 into 1 square 4 തന്നെ. അപ്പോൾ 4 plus 6 minus 1 by 3. 6 4 10 minus 1 9 by 3 വരും. ദാറ്റ്സ് ഈക്വൽ ടു 3 തന്നെ. അപ്പോൾ എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം ആണ്. Therefore P of n is true for n equal to 1. ഇനി നമുക്ക് n equal to k ആകുമ്പോൾ P of n true ആണെന്ന് അസ്യൂം ചെയ്യണം. Assume that P of k true ആണെന്ന് അസ്യൂം ചെയ്യുന്നു. P of k എന്താണ്? 1 into 3 plus 3 into 5 plus etc. plus P of k കിട്ടാനായിട്ട് ലാസ്റ്റ് ടൈം കിട്ടാനായിട്ട് എന്നിന് പകരം k കൊടുക്കുക ഇവിടെ. Then 2k minus 1 into 2k plus 1 equal to RHSൽ എന്നിന് പകരം k into 4k square plus 6k minus 1 by 3 is true. ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. We have to prove that P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ we have to prove that P of k plus 1 into 3 plus 3 into 5 plus etc. plus നമ്മൾ P of kയുടെ ടേംസ് എഴുതിയതിന് ശേഷം അതിനോട് അടുത്ത ടേം അതും കൂടെ ചേർത്താണ് P of k plus 1 എഴുതുന്നത്. അപ്പോൾ 2k minus 1 into 2k plus 1. ഇപ്പോൾ P of k വരെ എത്തി. പ്ലസ് അടുത്ത ടേം കിട്ടാനായിട്ട് കെയുടെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക. അപ്പോൾ 2 into k plus 1 minus 1 into 2 into k plus 1 plus 1 equal to ഇനി P of k plus 1ൻ്റെ ആർ എച്ച് എസ് കിട്ടാൻ എന്ത് ചെയ്യണം? എൻ്റെ സ്ഥാനത്തെല്ലാം k plus 1 കൊടുക്കുക. k plus 1 into 4 into k plus 1 square plus 6 into k plus 1 minus 1 by 3. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് we have to prove that one into 3 plus 3 into 5 plus 5 into 7 plus etc. plus 2k minus 1 into 2k plus 1 plus ഇവിടെ നോക്കുക, ഇവിടെ 2 കൊണ്ട് നമുക്ക് ഈ k plus 1നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2k plus 2 minus 1 വരും. 2k plus 2 minus 1 നമുക്ക് ഇവിടെ 2k plus 2 plus 1 വരും. 2k plus 2 plus 1 ഈക്വൽ ടു ആർ എച്ച് എസിൽ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. ഈ k plus 1 ഉണ്ട്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. k plus 1 ഹോൾ സ്ക്വയർ ഉണ്ട്, അതിനെ k plus 1 കൊണ്ട് ഗുണിക്കുമ്പോൾ k plus 1 ഹോൾ ക്യൂബ് ആവും. 4 into k plus 1 ഹോൾ ക്യൂബ് പ്ലസ് ഇവിടെ k plus 1 ഉണ്ട്, k plus 1 k plus 1 കൂടെ ഗുണിക്കുമ്പോൾ k plus 1 സ്ക്വയർ. അപ്പോൾ 6 into k plus 1 ഹോൾ സ്ക്വയർ പ്ലസ് k plus 1 കൊണ്ട് മൈനസ് 1നെ ഗുണിക്കുമ്പം മൈനസ് k plus 1 by 3. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് എൽ എച്ച് എസ് തുടങ്ങാം. എൽ എച്ച് എസ് ഈക്വൽ ടു 1 into 3 plus 3 into 5 plus etc. plus 2k minus 1 into 2k plus 1 പ്ലസ് ഇവിടെ ഇതൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 2k plus 2 minus 1 ആണ്. 2 minus 1 1 ആണ്. അപ്പോൾ 2k plus 1
ഇൻറ്റു ഇവിടെ 2k + 2 + 1 ദാറ്റ് ഈസ് 2k + 3 ഇൻറ്റു 2k + 3 ഈക്വൽ ടു നോക്കുക എത്രയും ഭാഗം പി ഓഫ് കെയിലുള്ളതാണ്. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ സമ്മിന് പകരമായിട്ട് നമുക്ക് ഈ എക്സ്പ്രഷൻ കൊടുക്കാം. k × 4k² + 6k - 1/3 എന്ന് എഴുതാം. k × 4k² + 6k - 1/3 പ്ലസ് ദെൻ ഇവിടെ നമുക്ക് ഈ 2k + 1 × 2k + 3യെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 4k² + 2k × 3 6k + 1 × 2k 2k + 1 × 3 3. നോക്കുക 2k × 2k 4k², then 2k × 3 6k, 2k then 1 × 2k 2k, then 1 × 3 3. That's equal to k ഇൻറ്റു ഇനി നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. അപ്പോൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. k × 4k² + 6k - 1/3 പ്ലസ് 3 × 4k² പ്ലസ് 6k + 2k 8k പ്ലസ് 3/3. കോമൺ ഡിനോമിനേറ്റർ 3 ഉണ്ട്. അത് നമുക്ക് 1/3 ആയിട്ട് പുറത്ത് നിർത്താം. 1/3 ഇൻറ്റു ദെൻ k കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4k³ പ്ലസ് 6k² മൈനസ് k പ്ലസ് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 12k² പ്ലസ് 24k പ്ലസ് 9. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 1/3 ഇൻറ്റു 4k³ പ്ലസ് 12 18k² പ്ലസ് ഇവിടെ 24k ഉണ്ട്, ഇവിടെ മൈനസ് k ഉണ്ട്, അപ്പം 23k ദെൻ പ്ലസ് 10. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് നോക്കുക. നമുക്ക് RHSൽ കിട്ടേണ്ടത് ഇതായിട്ടാണ്. നമുക്ക് ഈ രൂപത്തിലേക്ക് കൊണ്ടുവരണതാണ്. RHSൽ കിട്ടേണ്ടതാണ് 4 × k + 1³ പ്ലസ് 6 × k + 1² മൈനസ് k + 1/3 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ /3 മാത്രമേ നമുക്ക് നിലവിൽ ഉള്ളൂ. ബാക്കിയുള്ള ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിന് ഈ രൂപത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. RHSൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമുക്ക് ഇവിടെ വേണ്ടത് k + 1³ വേണം. അപ്പോൾ നമുക്ക് a + b whole³ നമുക്കറിയാം. എന്താണ് a + b whole³ = a³ + 3a² b പ്ലസ് 3ab² പ്ലസ് b³ ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് k + 1 whole³ എന്താണെന്ന് നോക്കാമല്ലോ. k + 1 whole³ = എയുടെ സ്ഥാനത്ത് kയും ബിയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ k³ പ്ലസ് 3k² ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ 3k² തന്നെ പ്ലസ് 3 × k × 1² ദാറ്റ് ഈസ് 3k പ്ലസ് b³ ദാറ്റ് ഈസ് 1 × ക്യൂബ് 1. ഇനി നമുക്ക് വേണ്ടത് 4 × k + 1³ ആണ്. 4 × k + 1 whole³ = 4 × k³ പ്ലസ് 3k² പ്ലസ് 12k പ്ലസ് 4 ദാറ്റ്സ് ഈക്വൽ ടു 4k³ പ്ലസ് 12k² പ്ലസ് ഇവിടെ 3k ആണ്. 12k പ്ലസ് ഇവിടെ 1 ആയിരുന്നു ബ്രാക്കറ്റിനകത്തല്ലേ, അപ്പോൾ 1 മതി. 4 × 1 4. ദെൻ ഇപ്പോൾ 4 × k + 1 whole³ എന്നുള്ളത് 4k³ പ്ലസ് 12k² പ്ലസ് 12k പ്ലസ് 4. ദെൻ അതുപോലെ നമുക്ക് രണ്ടാമത്തെ ടേം വേണ്ടത് 6 × k + 1 whole² ആണ്. അപ്പോൾ k + 1 whole² = k² പ്ലസ് 2k പ്ലസ് 1 ദാറ്റ് ഈസ് 6 × k + 1 whole² = 6 × k² പ്ലസ് 2k പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 6k² പ്ലസ് 12k പ്ലസ് 6. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിനെ ഈ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതിൽ നിന്നും നമുക്ക് ഈ ടേംസിനെയൊക്കെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. 4k³ പ്ലസ് 12k² പ്ലസ് 12k പ്ലസ് 4 അപ്പോൾ നമുക്ക് 6k² പ്ലസ് 12k പ്ലസ് 6 ഇതൊക്കെ ഇതിൽ നിന്നും ഗ്രൂപ്പ് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 1/3 ഇൻറ്റു നമുക്കിവിടെ വേണ്ടത് 4k³ ഉണ്ട്. 4k³ നമുക്ക് ഇവിടെ ഉണ്ട്. 4k³ പ്ലസ് 12k² നമുക്ക് വേണം. ഇവിടെ 18k² ഉണ്ട്. അപ്പോൾ 12k² നമ്മൾ ഇവിടെ നിന്ന് എടുത്തു. 12k² പ്ലസ് 12k വേണം. ഇവിടെ 23k ഉണ്ട്. അപ്പോൾ 12k എടുത്തു പ്ലസ് ദെൻ 4 ആണ്. ഇവിടെ 9 ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് 4 എടുത്തു.
ദെൻ പ്ലസ് ഇനി നമുക്ക് വേണ്ട 6k² ആണ്. 18k² ഇന്ന് 12k² എടുത്ത് ബാക്കി 6k² പ്ലസ് ദെൻ 12k വേണം. ഇവിടെ 23k ഉള്ളൂ. ഓൾറെഡി 12 എടുത്തു കഴിഞ്ഞു. അപ്പോൾ 12 24k വരും. അപ്പോൾ നമുക്ക് 12k മൈനസ് k എന്ന് കൊടുക്കാം. 23k ഉള്ളൂ. അപ്പോൾ 12k മൈനസ് k എന്ന് എഴുതാം. ഇപ്പോൾ 12 24 മൈനസ് 1 23k ആയി. ദെൻ പ്ലസ് നമുക്കിവിടെ 6 ആണ് വേണ്ടത്. 4 എടുത്തു കഴിഞ്ഞു. 9 നിന്ന് 4 എടുത്ത് ഇനി 5 ഉള്ളൂ. അപ്പോൾ നമുക്ക് 6 മൈനസ് 1 എന്നെടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 1/3 ഇൻറ്റു 4k³ പ്ലസ് 12k² പ്ലസ് 12k പ്ലസ് 4 പ്ലസ് നമുക്ക് വേണ്ട 6k² പ്ലസ് 12k പ്ലസ് 6 ആണ്. 6k² പ്ലസ് 12k പ്ലസ് 6. അപ്പോൾ അതൊന്നിച്ചെഴുതുന്നു. 6k² പ്ലസ് 12k പ്ലസ് 6. ദെൻ ബാലൻസ് ഉള്ളത് -k -1 ആണ്. അതൊന്നിച്ച് നമുക്ക് -k+1 എന്നെഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇനി ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന നമുക്കറിയാം 4 × k+1 ഹോൾ ക്യൂബ് ആണ്. 4 × k+1 ഹോൾ ക്യൂബ് പ്ലസ് ഇത് 6 × k+1 ഹോൾ സ്ക്വയർ ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. 6 × k+1 ഹോൾ സ്ക്വയർ മൈനസ് k+1. ദാറ്റ്സ് ഈക്വൽ ടു 4 × k+1 ഹോൾ ക്യൂബ് പ്ലസ് 6 × k+1 ഹോൾ സ്ക്വയർ മൈനസ് k+1 ഹോൾ ഡിവൈഡ് ബൈ 3. നോക്കുക, ഇതല്ലേ നമുക്ക് RHSൽ കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ ഈക്വൽ ടു RHS. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദെർഫോർ P of k+1 ഈസ് ട്രൂ. ഇനി P of k+1 ട്രൂ, P of 1 ട്രൂ ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. P of k ട്രൂ ആണെങ്കിൽ P of k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഹെൻസ് ബൈ mathematical induction P of n is true for all n belongs to n. Okay. Another question. Using principle of mathematical induction, prove that 1 × 2 plus 2 × 2 square plus 3 × 2 cube plus etc. plus n × 2 raised to n equal to n minus 1 × 2 raised to n plus 1 plus 2 for all n belongs to n. Proof. നമുക്ക് ഈ ക്വസ്റ്റനെ P of n എടുക്കാം. ലെറ്റ് P of n 1 × 2 plus 2 × 2 square plus 3 × 2 cube plus etc. plus n × 2 raised to n equal to n minus 1 × 2 raised to n plus 1 plus 2. നമുക്ക് P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. For n is equal to 1. P of 1ൻ്റെ LHSൽ ഒരു ടേമേ ഉണ്ടാവുള്ളൂ. 1 × 2 LHS equal to 1 × 2 equal to 2. RHS equal to നമുക്ക് RHSൽ എന്ത് ചെയ്യണം? ഇവിടെ എന്നിൻ്റെ ഈ RHSലെ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. ദറ്റ് ഈസ് 1 minus 1 × 2 raised to 1 plus 1 plus 2. നോക്കുക, 1 minus 1 0 ആണ്. അതുകൊണ്ട് ഈ ടൈം 0 ആയിപ്പോവും. ദാറ്റ് ഈസ് 0 plus 2 equal to 2. ഇനി RHS LHS സെയിം ആണ്. Therefore, P of n is true for n is equal to 1. ഇനി നമ്മൾ n equal to kക്ക് P of n ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. Assume that P of k എന്തോരും 1 × 2 plus 2 × 2 square plus 3 × 2 cube plus etc. plus P of k കിട്ടാൻ എൻ്റെ സ്ഥാനത്ത് k കൊടുക്കുക. k × 2 raised to k equal to റൈറ്റ് സൈഡിലും എൻ്റെ സ്ഥാനത്ത് k. k minus 1 × 2 raised to k plus 1 plus 2 is true. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. We have to prove that P of k plus 1 ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. P of k plus 1 എങ്ങനെ വരും?
1 into 2 plus 2 into 2 square plus etc. plus k into 2 raised to k plus അടുത്ത ടൈം k plus 1 into 2 raised to k plus 1 equal to RHS കിട്ടാനായിട്ട് ഇവിടുത്തെ എന്നിൻ്റെ സ്ഥാനത്തെല്ലാം k plus 1 കൊടുക്കുക. k plus 1 minus 1 into 2 raised to n plus 1 ആണ്. അപ്പോൾ k plus 1 plus 1 വരും. k plus 1 plus 1 plus 2. നമുക്കൊന്ന് സിംപ്ലിഫൈ എഴുതാം. ദാറ്റ് ഈസ് we have to prove that one into 2 plus 2 into 2 ഇവിടെ 1 into 2 into 2 square ആണ്. 2 into 2 square plus etc. plus k into 2 raised to k plus k plus 1 into 2 raised to k plus 1 equal to k plus 1 minus 1, that is k കിട്ടും. ഇവിടെ പ്ലസ് 1 ഉണ്ട് മൈനസ് 1 ഉണ്ട്. k ഇൻറ്റു 2 റേസ് ടു ദെൻ k പ്ലസ് 1 പ്ലസ് 1 k പ്ലസ് 1 കൂടെ കൂട്ടിയാൽ k പ്ലസ് 2 പ്ലസ് 2. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ LHS ഈക്വൽ ടു 1 into 2 plus 2 into 2 square plus etc. plus k into 2 raised to k plus k plus 1 into 2 raised to k plus 1. That's equal to നമുക്ക് ഇത്രയും ഭാഗം പി ഓഫ് കെയിൽ വരുന്നതാണ്. പി ഓഫ് കെ ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മിന് പകരം നമ്മൾ k minus 1 into 2 raised to k plus 1 plus 2 എന്ന് കൊടുക്കുന്നു. k minus 1 into 2 raised to k plus 1 plus 2 plus ഇവിടെ k plus 1 into 2 raised to k plus 1. That's equal to നമുക്ക് ഈ 2 raised to k plus 1 ഉള്ള ടേംസ് അടുപ്പിച്ചെഴുതാം. That is k minus 1 into 2 raised to k plus 1 plus k plus 1 into 2 raised to k plus 1 plus 2. ഈ രണ്ട് ടേംസിലും 2 raised to k plus 1 കോമൺ ആണ്. അതുകൊണ്ട് 2 raised to k plus 1 into കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ k minus 1 plus k plus 1 plus 2. That's equal to 2 raised to k plus 1 into k plus k 2k വരും. ദെൻ മൈനസ് 1 പ്ലസ് 1 കൂടെ ക്യാൻസൽ ആവും. പ്ലസ് 2. ദാറ്റ്സ് ഈക്വൽ ടു 2 റേസ് ടു k പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു k പ്ലസ് 2. ദെൻ ഇവിടെ k പ്ലസ് 1 തവണ 2 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു തവണയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 2 റേസ് ടു k പ്ലസ് 2 2 റേസ് ടു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 2. ദാറ്റ്സ് ഈക്വൽ ടു k ഇൻറ്റു 2 റേസ് ടു k പ്ലസ് 2 പ്ലസ് 2. ദെൻ ഇതെല്ലാം നമുക്ക് RHS കിട്ടേണ്ടിയിരുന്ന ഇതായിരുന്നു. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈക്വൽ ടു RHS. ദർഫോർ P of k പ്ലസ് 1 ഈസ് ട്രൂ. ഇനി P of 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് P of k പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P of n is true for all natural numbers n. അല്ലെങ്കിൽ all n belongs to n എഴുതാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 1/2 plus 1/4 plus 1/8 plus etc. plus 1/2 raised to n is equal to 1 minus 1/2 raised to n for all n belongs to n. Proof. Let P of n ഈ ഇക്വേഷനാണ് നമുക്ക് P of n ആയിട്ട് എടുക്കേണ്ടത്. 1/2 plus 1/4 plus 1/8 plus etc. plus 1/2 raised to n equal to 1 minus 1/2 raised to n. ഇനി നമുക്ക് P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. For n is equal to 1, P of 1ൻ്റെ LHSൽ ഒറ്റ ടൈമേ ഉണ്ടാവുള്ളൂ 1/2. LHS equal to 1/2. RHS കിട്ടാനായിട്ട് ഇവിടുത്തെ RHSൽ എൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. ദാറ്റ് ഈസ് 1 മൈനസ് 1/2 റേസ് ടു 1. ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് 1/2 ഈക്വൽ ടു 1/2 തന്നെ. LHS ഈക്വൽ ടു RHS. Therefore P of 1 is true. P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അസ്യൂം ദാറ്റ് P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അസ്യൂം ദാറ്റ്
പി ഓഫ് കെ എന്ത് വരും? 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 റേസ് ടു കെ. നോക്കുക, പി ഓഫ് എൻ 1/2 റേസ് ടു എൻ ആണ് ലാസ്റ്റ് ടൈം. അതുകൊണ്ട് പി ഓഫ് കെ 1/2 റേസ് ടു കെ എന്ന് എഴുതുക. ഈക്വൽ ടു 1 മൈനസ് 1/2 റേസ് ടു കെ ഈസ് ട്രൂ. ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 എന്ത് വരും? That is 1/2 plus 1/4 plus etc. plus 1/2 raised to k plus 1/2 raised to k plus 1. അടുത്ത ടൈം 1/2 raised to k plus 1 ഈക്വൽ ടു, നോക്കുക, ഇത് 1/2 ഈ സീരീസ് നോക്കുക, 1/2 1/4 1/8. അപ്പോൾ 1/2 raised to 1 1/2 സ്ക്വയർ, 2 സ്ക്വയറിലെ 4. ദെൻ 1/2 ക്യൂബ് ആ രൂപത്തിലാണ് പോകുന്നത്. 2 ക്യൂബ് 8 ആണെന്ന് അറിയാമല്ലോ. 1/2 ക്യൂബ്, ദെൻ അടുത്ത 1/2 raised to 4, അങ്ങനെ ആയിരിക്കും പോവുക. ദെൻ ലാസ്റ്റ് ടൈം 1/2 raised to k plus 1 ഇവിടെ ഈക്വൽ ടു 1 മൈനസ് 1/2 raised to k plus 1 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഈസ് ട്രൂ. ഇത് ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ദെൻ LHS ഈക്വൽ ടു 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 raised to k പ്ലസ് 1/2 raised to k plus 1 ഈക്വൽ ടു, ഇതിൽ ഇത്രയും ഭാഗം പി ഓഫ് കെയിലുള്ളതാണ്. പി ഓഫ് കെ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സമ്മിന് പകരം 1 മൈനസ് 1/2 raised to k എന്ന് കൊടുക്കാം. 1 മൈനസ് 1/2 raised to k പ്ലസ് 1/2 raised to k plus 1. ദെൻ ദിസ് ഈക്വൽ ടു 1 മൈനസ്, നമുക്കിവിടെ RHSൽ 1 മൈനസ് എന്ന് തന്നെ കിട്ടേണ്ട. അതുകൊണ്ട് ഈ 1 നമ്മളൊന്നും ചെയ്യുന്നില്ല. 1 മൈനസ്, ദെൻ ഇത് തമ്മിൽ സിംപ്ലിഫൈ ചെയ്യുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അവർക്ക് ഇവിടെ 2 raised to k plus 1 ഇവിടെ കോമൺ ഡിനോമിനേറ്റർ ആക്കണം. ഇപ്പോൾ ഡിനോമിനേറ്റർ ഇവിടെ 2 raised to k plus 1, ഇവിടെ 2 raised to k ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു 2 കൊണ്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതും 2 raised to k plus 1 ആവും. അപ്പം ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 1 മൈനസ് 2/2 raised to k plus 1, 2 raised to k into 2 പ്ലസ് 1/2 raised to k plus 1. ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് ഇവിടെ 2 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് 2/2 raised to k plus 1 പ്ലസ് 1/2 raised to k plus 1. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 1 മൈനസ് ഈ പ്ലസ് ടേം നമുക്ക് ആദ്യം എഴുതാം. 1 പ്ലസ് 1/2 raised to k plus 1 മൈനസ് 2/2 raised to k plus 1. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പോൾ ന്യൂമറേറ്ററിൽ ക്രിയേറ്റ് ചെയ്താൽ പോരെ. ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് 1 മൈനസ് 2/2 raised to k plus 1. ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് minus 1/2 raised to k plus 1. That's equal to 1 minus 1/2 raised to k plus 1. 1 minus 1/2 raised to k plus 1. ഇനി നോക്കുക, ഇതല്ലേ നമുക്ക് വേണ്ടിയിരുന്നത്. 1 minus 1/2 raised to k plus 1 ഈക്വൽ ടു RHS ആയി. ഇപ്പം നമ്മൾ കണ്ടതെന്താണ്? therefore P of k plus 1 is true. അപ്പോൾ പി ഓഫ് 1 ട്രൂ ആണ്. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കിട്ടി. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P of n is true for all n belongs to n. Okay.